one small present for this man from India, from YouTuber from India. It is not one small present. It's big. Big one. Big present because it is not only rakia. Family members. It is. Oh, napita step. The infinity drink. Drink infinity. Okay. In Sanskrit, in Indian language, it is Anandam. Anandam. Okay. When you drink this, you see, Anandam. You cannot die. Okay. Thank you. Priti. Thank you. Thank you. അത് നമ്മളോട് ഇതെന്താന്ന് വെച്ചാല് ഇവിടത്തെ സ്പെഷ്യൽ റാക്കിയ എവിടെയും കിട്ടും സെർബിയയില്, പക്ഷെ ഇത് ഇവിടെ മാത്രം കിട്ടുള്ളൂ. ഇതിവര് മേക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫാമിലി മെമ്പേഴ്സിന് മാത്രമായിട്ട് ഈ വില്ലേജിൽ മേക്ക് ചെയ്യുന്നത്. അപ്പൊ പുള്ളി ഉണ്ടാക്കിയതിൽ നിന്നും കാലങ്ങളായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വിസ്കി, അതാണ് ഈ സംഭവം. ഇത് തന്നത് കുടിച്ചു വച്ചാൻ വേണ്ടിയിട്ടല്ല, നമ്മള് കൊടും തണുപ്പിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇത് ഒരു ഇങ്ങനെ തുറന്ന് ചുണ്ടത്തിങ്ങനെ ഇത്തിരി ഇങ്ങനെ ചുണ്ടത്തിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുണ്ടിനോ കാര്യങ്ങളോ ഒരു ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഉണ്ടാവില്ല. തണുപ്പിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം, അതിനു വേണ്ടി തന്നതാണ്. താങ്ക് യു. Small amounts is very good, but small amount. Yes. Memory. Okay. Thank you. You are welcome. അപ്പോൾ നമ്മള് സോറം ബ്രോനോട് വിട പറഞ്ഞ് നമ്മൾ പോകുന്നതാണ്. സോറം ബ്രോ പറഞ്ഞ് നമുക്ക് എപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വരാം, താമസിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടിപൊളി ഹൗസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ നേരെ ബസ് സ്റ്റോപ്പിലോട്ട് പോകുന്നു. നമ്മൾ ആദ്യമായിട്ട് വന്നു, കണ്ടൊരാള് അങ്ങനെ പരിചയപ്പെട്ടു. നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല ഇന്നലെ, അങ്ങനെ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചു, ഫുഡ് തന്നു. എന്താ പറയുക, രാത്രി നല്ലൊരു അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡുകളൊക്കെ തന്നെയാണ് നമുക്ക് തന്നത്. നമ്മൾ പറഞ്ഞു ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് എന്താണെന്ന് വെച്ചപ്പോൾ ഫുഡ് റെഡിയാക്കി തന്നു. അല്ലേ, കൂൾ മനുഷ്യനല്ലേ. പിന്നെ പ്രത്യേകിച്ച് ഇന്ത്യക്കാരോട് ഭയങ്കര കാര്യം കേട്ടോ അവർക്ക്. പിന്നെന്താ, നമ്മുടെ ഒരു നല്ലൊരു മെമ്മറി ആയിരുന്നു, ഒരു ലവബിൾ മൊമെൻ്റ് എന്നൊക്കെ പറയാം. അപ്പം എന്തായാലും നമ്മൾ സോറിന് ടാറ്റ കൊടുത്തു. സോറിന് ശരിക്കും വിഷമമാണ്. സോറിന് എന്നോട് പറഞ്ഞു 2 ദിവസം കൂടി കഴിഞ്ഞ് പോയാൽ നമുക്ക് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ സ്ഥലങ്ങളൊക്കെ കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, തിരിച്ച് നമുക്ക് ഇവിടെ നിന്ന് പോകേണ്ടതാണ്, അപ്പോൾ അതുകൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും ഓക്കെ എന്നാൽ ലാത്തിപ്പൂരിലേക്ക് പോയിക്കോളൂ. അപ്പോൾ നീ എപ്പോൾ വന്നു കഴിഞ്ഞാലും നീ ഇങ്ങോട്ട് വരിക, വന്നു കഴിഞ്ഞിട്ട് നീ കീ വെക്കണ സ്ഥലമൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. കീ വെച്ച് തുറന്ന് നീ ഇവിടെ കിടന്നോളാനാണ് പറഞ്ഞത്, ഒരു പ്രശ്നമില്ല എന്നാ പറഞ്ഞത്. കാര്യം അത്രയ്ക്കും കമ്പനിയായി. എന്തായാലും കൂൾ മനുഷ്യൻ കേട്ടോ, സാധാരണ ഒരു മനുഷ്യൻ. എന്തായാലും അടിപൊളിയാണ് സംഭവങ്ങൾ. അപ്പോൾ പുള്ളിയുടെ മകളെ കാണാൻ വേണ്ടിയിട്ടാണ് ബെൽഗ്രേഡിൽ വന്നത്. മകൾ അവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഏകദേശം ഏജുള്ള മകളാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു തൊപ്പിയൊക്കെ തന്നു. തൊപ്പിയിൽ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. മകള് ആൾക്ക് പുള്ളി വാങ്ങിച്ചാൽ അപ്പോൾ നീ വെച്ചോളാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനത്തെ ഒരു കൂൾ മാൻ. അപ്പോൾ അതായത് നമ്മളിവിടെ ചോദിച്ചപ്പോൾ അതാണ് ബസ് സ്റ്റോപ്പ് എന്നാണ് പറഞ്ഞത്. കൃത്യമായിട്ട് നമുക്ക് കറക്റ്റ് ഡയറക്ഷൻ ഒന്നും അറിയില്ല. നമ്മളിങ്ങനെ ചോദിച്ചങ്ങ് പോകണേണ്. ഇത് കണ്ടില്ലേ, അങ്ങോട്ട് പോകുമ്പോൾ ഉള്ള കാഴ്ചകളുണ്ടോ? ഇത് അടിപൊളി സ്ഥലമല്ലേ. രക്ഷയിലൂടെ വീടാണ് ഒരു രക്ഷയില്ലാത്തത്. മലയുടെ പൊക്കത്തും മറ്റേ ഏറ്റവും ആ മൗണ്ടൻ്റെ ടോപ്പിൽ വരെ വീടുണ്ട്. ഇങ്ങനെ മഞ്ഞൊക്കെ വീണ്ട് അതൊക്കെ കുത്തിക്കളയണ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അതൊക്കെ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ലാത്തിപ്പൂരിലേക്ക് എത്താൻ പറ്റില്ല. കാര്യം ഇവിടെ മഞ്ഞ് വീണ് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ട്രെയിൻ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ നേരത്തെ പോകാം. ഇന്ന് നല്ല കാലാവസ്ഥയും കാര്യങ്ങളൊക്കെയാണ്. കണ്ടില്ലേ?
അപ്പോൾ അതേ നമ്മളുടെ ബസ് 3 മണിക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ബസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസത്തിൽ 5 തവണ ഇവിടെ ബസ്സുള്ള കേട്ടോ. അപ്പോൾ നമ്മൾ ബെൽഗ്രേഡിൽ നിന്ന് വരുമ്പോൾ ആ ഒരു ഇവിടുത്തെ ബസ് ചെക്ക് ചെയ്തിട്ട് ആ ഒരു ടൈമിൽ വന്നെയാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഇവിടുത്തെ ഒരു ബസ് കിട്ടും. അപ്പോൾ 5 തവണയുള്ള ആകെ ബസ്. പിന്നെ നമുക്ക് ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് 290 ദിനാറാണ് ടിക്കറ്റ് വരുന്നത് ഇവിടെ നിന്ന് ലാത്തിപ്പൂർ വരെ കേട്ടോ. ഇതാണ് ബസ് സ്റ്റോപ്പ് കണ്ടില്ല, ചെറിയ ഒരു ബസ് സ്റ്റോപ്പ് കാര്യങ്ങൾ. നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ ഉള്ള കാരണമല്ലോ നമുക്ക് ഇവിടെ പുറത്തൊക്കെ ഒന്നൊരു 1/4 മണിക്കൂറൊക്കെ കൊണ്ട് കറങ്ങി നടക്കാറ്. എന്തായാലും കൂളായിട്ട് ഇവിടെ ഇരിക്കാം. അങ്ങോട്ട് പോകുമ്പോൾ നല്ല നല്ല കാഴ്ചകളുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അവസാനം നമ്മൾ ലാത്തിപ്പൂറിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളവിടെ നിന്നൊരു 45 മിനിറ്റ് യാത്ര ഉണ്ടായിരുന്നു കറക്റ്റായിട്ടോ. അപ്പോൾ ഇവിടെ വന്ന് അധികം തണുപ്പില്ല, നല്ല കാലാവസ്ഥയാണ്. 5 ഡിഗ്രി രീതിയിലൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ രാത്രി ആകുമ്പോഴേക്കും തണുപ്പ് പോരും. ഇന്നാണ് ഇവിടെ കൂളസ്റ്റ് കാലാവസ്ഥ എന്നാണ് പറഞ്ഞത്. അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നത്. മുമ്പ് എല്ലാം സ്നോ ആയിരുന്നു പറഞ്ഞു. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അടിപൊളി സ്ഥലങ്ങൾ, ഒരുപാട് സ്ഥലങ്ങളൊക്കെ വന്നപ്പോൾ കണ്ടു ബസ്സിലിരുന്നൊക്കെ. അപ്പോൾ നമുക്കിനി പോകേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ കൾച്ചർ സെൻറ്ററിൽ പിടിക്കണം. കൾച്ചർ സെൻറ്ററിൽ ടൂറിസ്റ്റുകൾക്ക് സ്റ്റേ ഫ്രീ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കണം. പിന്നെ ഇവിടെ വന്ന് കാണാനുള്ള സ്ഥലങ്ങളൊക്കെ നമുക്കൊരു എന്താ പറയുക, ഒരു ധാരണ കൾച്ചർ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ നേരെ നമുക്ക് കൾച്ചർ സെൻറ്ററിലേക്ക് പോകാം. നമ്മൾ ബസ് ഇറങ്ങി കൾച്ചർ സെന്ററിലേക്ക് നടക്കണേണ്ട. അപ്പോൾ കൾച്ചർ സെന്ററിലേക്ക് നടക്കുമ്പോൾ ഉള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇത് കണ്ടില്ല മോനെ, മൊത്തത്തിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത്ര കണ്ടില്ലേ, ഒരുപാട് അടിപൊളി കാഴ്ച കേട്ടോ. അവിടെ മൊത്തം സ്നോ വീണ് ഇങ്ങനെ കിടക്കണാണ്. എന്താ പറയാ, പെർഫെക്റ്റ് ടൂറിസ്റ്റ് പ്ലേസ് എന്ന് തന്നെ പറയാം ഇവിടെ ലാത്തിപ്പൂറിന്. കാര്യം എന്ന് പറഞ്ഞാൽ സ്നോയിൽ മൂടി അവിടെ കിടക്കണേണ്ട്. അതിൻ്റെ ഒപ്പം കുറെ മരങ്ങളും കാര്യങ്ങളും കണ്ടില്ലേ. പിന്നെ അതേ ഇത് കണ്ട അടിപൊളിയായിട്ടല്ലേ സംഭവം. നല്ലൊരു സെറ്റപ്പാണ്. എനിക്കൊന്ന് വാട്ടർ ഡാൻസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു രാത്രി.
അവിടെ നിന്നൊന്നും മഞ്ഞില്ല, അവിടെ നിന്ന് മാത്രം വാട്ടർ ഇങ്ങനെ മഞ്ഞുള്ളൂ. എന്തായാലും അടിപൊളി സ്ഥലം. പിന്നെ ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട് ഇവിടെ, കണ്ടില്ലേ അപ്പുറം ഇപ്പുറമൊക്കെ. ഓക്കെ, ഒരുപാട് കടകളും ടൂറിസ്റ്റുകളും ഇതൊക്കെ എല്ലാം ഉണ്ട്. നമുക്ക് ഈ ബാഗൊക്കെ ആയതിനൊന്ന് ഒഴിവാക്കണം. കാര്യം ഈ ബാഗ് ഇട്ടുകൊണ്ട് ഇവിടെ നിന്ന് കറങ്ങാൻ പറ്റില്ല. നേരെ കൾച്ചർ സെന്ററിൽ പോയിട്ട് എന്താണ് അവസ്ഥയെന്ന് നോക്കാം, റൂം കിട്ടുമോ ഇല്ലയെന്ന് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് പുറത്ത് എവിടെയെങ്കിലും ഒരു റൂം നോക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം. വാ. അപ്പോൾ നമ്മൾ നടന്ന് കൾച്ചർ സെന്ററിൽ എത്തിയാണ് കേട്ടോ. ഇതാണ് കൾച്ചർ സെന്റർ. അപ്പോൾ ഇവിടെ ടൂറിസ്റ്റുകൾക്ക് റൂം ഫ്രീ ആണ്. അപ്പോൾ എന്താണെന്ന് അവസ്ഥയെന്ന് നോക്കാം ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അപ്പോൾ ഇവിടെ ന്യൂ ഇയർ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. നേരെ നമുക്ക് ചോദിച്ചിട്ട് കാര്യങ്ങളൊക്കെ നോക്കാം. അല്ലെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് റൂം കിട്ടിയില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹോട്ടൽ നോക്കേണ്ടി വരും. ഒന്നും കിട്ടില്ലെങ്കിൽ ഞാൻ ഈ സ്നോയുടെ പുറത്തെങ്കിലും ഇങ്ങനെ നോക്കണ്ടോ. ഇന്നലെ നമുക്ക് കൾച്ചർ സെന്ററിൽ റൂമൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പൊ നമ്മള് വളരെ കഷ്ടപ്പെട്ട് ഒരു റൂം തപ്പിയെടുത്ത് ഒരു അപ്പാർട്ട്മെന്റ്. അപ്പൊ ഇന്നലെ കൾച്ചർ സെന്ററിൽ റൂം ഫ്രീ ആണെന്ന് പറഞ്ഞത് റൂം ഫ്രീ അല്ല. എന്താണെന്ന് വെച്ചാല് ഞാനൊരു യൂട്യൂബ് വീഡിയോ ഉണ്ടാകും കേട്ടോ, എന്തെങ്കിലും ആവട്ടെ യൂട്യൂബ് ഇതൊക്കെ. അപ്പോൾ ആ യൂട്യൂബ് പറയണമെന്ന് പറഞ്ഞാൽ ഫ്രീ ആണെന്ന് പറഞ്ഞിട്ടാണ് നമ്മളവിടെ പോയത്. പക്ഷെ അത് ഫ്രീ അല്ല. അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഓർഗനൈസേഷൻ വഴി അവിടെ ബുക്ക് ചെയ്താൽ മാത്രമാണ് ഫ്രീ. ഓർഗനൈസേഷൻ ഒന്നും നമുക്കറിയില്ലല്ലോ ഇവിടെ വരുന്നത്, നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെയല്ലേ. അപ്പോൾ പിന്നെ അവിടെ നമുക്ക് താമസിക്കണമെങ്കിൽ കാശ് കൊടുക്കണം. അത് ഏകദേശം നമ്മൾ ഇവിടുത്തെ ഹോം സ്റ്റേ, നോർമൽ ഹോം സ്റ്റേ ഒക്കെ ഡബിൾ എമൗണ്ട് ഒക്കെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഒരു ചീപ്പ് റേറ്റിൽ ഒരു റൂം കിട്ടിയിട്ടുണ്ട്. ഇതാണ് റൂം. അവർ എല്ലാ ദിവസവും വന്ന് ക്ലീൻ ചെയ്യും. ഇവിടെ വന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് അവർ. നല്ല കിച്ചണും കാര്യങ്ങളും ആയിട്ടൊക്കെ ഉള്ളൊരു അപ്പാർട്ട്മെന്റ്. അപ്പൊ നമ്മളത് എടുത്തു. ഇതിന്റെ പ്ലേസും ഇതൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. വളരെ ചീപ്പ് റേറ്റ് ആണ്, കൂൾ ഗൈസ് ആണ്. അപ്പോ ഇന്നത്തെ യാത്രക്കുള്ള തയ്യാറെടുപ്പിലാണ് ഏകദേശം എല്ലാമായി. അപ്പൊ നമ്മള് ഇന്ന് ഒരു പുതിയ യാത്ര കൂടെയാണ് സ്ലാത്തിപൂറിലാണ്. അപ്പൊ പുതിയ യാത്രകൾ നമുക്ക് ഇനി കാണാം.